ഇപ്പൊ പെറ്റ് അലർജി ഒന്നും ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടല്ലേ, ഇപ്പോൾ പെറ്റിനെ കിസ് ചെയ്യുന്ന അല്ല കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഉള്ള ആളുകളില്ലേ. പെറ്റ് അലർജി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടെ ഇപ്പൊ ഇത്തരം ഭയങ്കര അറ്റാച്ച്മെന്റ് പ്രകടിപ്പിക്കുന്നതിലൂടെ, അഫെക്ഷൻ കാണിക്കുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഒരാളുണ്ട്, ഒരു കുട്ടിയുണ്ട്, ബട്ട് ഷീസ് നോട്ട് ദെയർ. അപ്പൊ ഇപ്പൊ അടുത്തില്ല. അപ്പൊ ഈ ഡോഗ്സ് ഇവരെ കൂടെയാണ്. അപ്പോൾ അത്ര അറ്റാച്ച്ഡ് ആണ്. അതുമാതിരി കാറ്റിൻ്റെ ഒക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ തുമ്മൽ എന്ന് പറയുമ്പോൾ അത് IG മീഡിയേറ്റഡും നോൺ IG മീഡിയേറ്റഡും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ടൈപ്പാണ് ഇതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിപ്പോൾ എന്തായാലും മെഡിസിൻ എടുക്കാണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനി നമ്മളൊന്ന് ആയുർവേദം പോയി നോക്കിയാലോ, അല്ലെങ്കിൽ ഹോമിയോ നോക്കിയാലോ. നമ്മുടെ ആസ്മൻ്റെ കാരണം ഈ ഒരു അലർജി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കാറ്റിനെ റിമൂവ് ചെയ്ത് 6 months കഴിഞ്ഞാലും ഈ അലർജൻസ് നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മളൊരു കൊളീഗിനെ എപ്പോഴും തുമ്മല, പക്ഷെ ആ തുമ്മൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ അലർജി എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം എന്ന്. ആ അലർജി ഒരാൾക്ക് എന്തുകൊണ്ടാണ് അലർജി വരുന്നത് എന്നുള്ളത് എങ്ങനെ ഒരാൾ മനസ്സിലാക്കും? ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ, വല്ലപ്പോഴൊക്കെ നമ്മളെല്ലാവരും തുമ്മും. അതുമാതിരിയല്ല ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് തുമ്മുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുന്നത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 തുമ്മൽ അങ്ങനെ. അത് കാരണം ചിലപ്പോൾ അവർക്ക് ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ടോ ചുമയോ ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മൂക്ക് ചൊറിച്ചിൽ, വല്ലപ്പോഴും തൊണ്ട ചൊറിച്ചിൽ അങ്ങനെ. അപ്പോൾ അത് യൂഷ്വലി കാണുന്നത് കുറേ കാലം കുഴപ്പമില്ലാണ്ട് അവരങ്ങനെ സഹിച്ച് നിൽക്കും. കുഴപ്പമില്ല, തുമ്മലല്ലേ, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഇവർ ഡോക്ടറെ അടുത്ത് പോവും. സിട്രസിൻ അല്ലെങ്കിൽ ആന്റിഹിസ്റ്റമിൻസ്, മോണ്ടിലുക്കാസ്റ്റ്, അങ്ങനെ വല്ലപ്പോഴും ഒക്കെ മേ ബി ഒരു 5 daysലേക്കൊക്കെ ഡോക്ടർ കൊടുക്കും. പിന്നെ അത് ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡോക്ടർ ഇതാണല്ലോ 2-3 പ്രാവശ്യം പോകുമ്പോഴും ഇതാണ് തരുന്നത്. അപ്പോൾ പിന്നെ അവരെന്നെ സ്വയം എടുക്കാൻ തുടങ്ങും. അത് ആദ്യത്തിലൊക്കെ ഒരു ഇയറിൽ ഒരു 2-3-4 times ഒക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പിന്നെ അത് ഓവർ ഇയേഴ്സിൽ അതിങ്ങനെ അവർ മന്ത്ലി അല്ലെങ്കിൽ 2-3 months കൂടുമ്പോൾ എടുക്കും. പിന്നെ അത് എവറി വീക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ വരും. പിന്നെ അത് എവറി ഡേ അതില്ലാണ്ട് പറ്റും. പിന്നെ അതങ്ങനെ സ്ഥിരം അങ്ങനെ ആകുമ്പോൾ ഇവര് വിചാരിക്കും ഇതിപ്പോൾ എന്തായാലും മെഡിസിൻ എടുക്കാണ്ട് പറ്റുന്നില്ല, അപ്പം ഇനി നമ്മളൊന്ന് ആയുർവേദം പോയി നോക്കിയാലോ, അല്ലെങ്കിൽ ഹോമിയോ നോക്കിയാലോ. അപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു. അതായത് ഇവരിങ്ങനെ കുറേ കാലമായിട്ട് ഇതുള്ളത് കൊണ്ട് കുറേ ആന്റിഹിസ്റ്റമിൻസും മോണ്ടിലുക്കാസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഹോമിയോ ട്രൈ ചെയ്തു, ആയുർവേദം ട്രൈ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് സോട്ട് എന്നുള്ളതിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇനി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, കാരണം ഇപ്പോൾ മെഡിസിൻ ഒന്നും എടുക്കാണ്ട് തീരെ പറ്റുന്നില്ല. അപ്പൊ ആക്ച്വലി അവര് എന്തിനാണ് അലർജി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ തുമ്മൽ എന്ന് പറയുമ്പോൾ അത് IG മീഡിയേറ്റഡും നോൺ IG മീഡിയേറ്റഡും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ എന്ത് ടൈപ്പാണ് ഇതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏത് അലർജനാണ് ഈ ഒരു തുമ്മൽ ഉണ്ടാക്കുന്നത്? ഇപ്പൊ IG മീഡിയേറ്റഡ് ആണെങ്കിൽ എന്ത് അലർജിയാണ് ഉള്ളത്? ഇപ്പൊ ഡസ്മൈറ്റ് ആണോ, അതോ കോക്രോച്ച് ആണോ, അനിമൽ ഡാൻഡ്രർ ആണോ, പെറ്റ്സിൻ്റെതാണോ, എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് കറക്റ്റായിട്ട് ചെയ്യുക. സ്റ്റിൽ ഇതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്, അത് ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോട്ടീനാണ് എന്നുള്ളതും കൂടെ ഐഡൻറ്റിഫൈ ചെയ്താൽ നല്ലതാണ്. അതായത് ഇപ്പോൾ ഡസ്മൈറ്റിനാണ് അലർജി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇപ്പോൾ ഡസ്മൈറ്റിൻ്റെ ഏത് പ്രോട്ടീൻ, അതായത് 1, 2, 3, 23 അങ്ങനെ ഏത് മേജർ പ്രോട്ടീനാണോ മൈനർ പ്രോട്ടീനാണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, ഇപ്പോൾ മേജർ പ്രോട്ടീനാണ് നല്ല അലർജി ഉണ്ടെങ്കിൽ, ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ് വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന ഒരു 30, 40, 50 വയസ്സുള്ള ആളുകൾ കുറേ വർഷം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഫൈനലി അലർജി ഇതിനാണ്, ഈ ഒരു പ്രോട്ടീനാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു 6 months to 1 year തന്നെ അവരുടെ കംപ്ലീറ്റ് മെഡിസിൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് നെയ്സൽ അലർജി, മൂക്കിനാൻ അലർജി എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ശ്വാസമുട്ടലായി, പിന്നെ കണ്ണിന്റെ അലർജിയായി, അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോവുക ചെയ്യും. നമ്മളിപ്പോ പല അലർജീസിനെ പറ്റി പറഞ്ഞില്ലേ ഡോക്ടർ, വളർത്തു മൃഗങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അതെ, കാറ്റ്, അതുപോലെ ഡോഗ്. ഇപ്പൊ ഈ പെറ്റ് ലവേഴ്സ് ഒരുപാട് പേരുണ്ട്. അതായത് കുട്ടികളില്ല, പക്ഷെ ഈ ഡോഗ്, ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഫിസിയോതെറാപ്പി പോയപ്പോൾ അവർ പറയായിരുന്നു അവർക്ക് 5 dogs ഉണ്ട്, അവരെ കൂടെയാണ് അവർ കിടക്കുന്നത്. 5 dogs ഒരേ ബെഡിലുണ്ടാവും. അതെ 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 അതെ. അപ്പോൾ അവർക്ക് അതില്ലാണ്ട് പറ്റൂല, അത്ര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഒരാളുണ്ട്, ഒരു കുട്ടിയുണ്ട്, ബട്ട് ഷീസ് നോട്ട് ദെയർ. അപ്പോൾ ഇപ്പോൾ അടുത്തില്ല. അപ്പോൾ ഈ ഡോഗ്സ് ഇവരെ കൂടെയാണ്.
അപ്പോൾ അത്ര അറ്റാച്ച്ഡ് ആണ്. അതുമാതിരി കാറ്റിൻ്റെ ഒക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ കാറ്റിൻ്റെ ഒക്കെ അലർജൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാറ്റിനെ റിമൂവ് ചെയ്ത് 6 months കഴിഞ്ഞാലും ഈ അലർജൻസ് നമ്മുടെ വീട്ടിലുണ്ടാവും. അതായത് അത് സ്റ്റിക്ക് ഓൺ ചെയ്യും, ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. അതിൻ്റെ യൂറിന്, അതിൻ്റെ രോമങ്ങൾ, ഇതെല്ലാം ഒരു 6 monthsോളം അതിൻ്റെ പ്രോട്ടീൻസ് അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറ്റ് അലർജി ഉണ്ട് അല്ലെങ്കിൽ ഡോഗ് അലർജി ഉണ്ട്, അപ്പോൾ ഇവരെടുത്ത് റിമൂവ് ചെയ്യാൻ പറയുമ്പോൾ ഇവരിപ്പോൾ ഇവരുടെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ കസിൻസിനോ ഒക്കെ ഈ കാറ്റിനെയും ഡോഗിനെയും അങ്ങോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവർക്ക് അത്രയും ഇഷ്ടം, വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കുന്നതായിരിക്കും. അപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനും പറ്റില്ല, കസിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനും പറ്റില്ല. ബിക്കോസ് ഇവർ സിസ്റ്ററിൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴും കസിൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴും എഗെയിൻ ഈ ഒരു അലർജൻ പിന്നെയും ഇവർക്ക് വരികയാണ്. അപ്പോൾ അത് കാരണം ഇവരുടെ റെസ്പിറേറ്ററി അലർജി, അതായത് തുമ്മലും മൂക്കടപ്പും അല്ലെങ്കിൽ ചുമ, ശ്വാസം മുട്ടൽ, ഇതെല്ലാം പിന്നെയും റിക്കർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പെറ്റ് അലർജി എന്നുള്ളത് നമ്മൾ അലർജി ഉണ്ടെങ്കിൽ അത് എന്തിനാന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ കാറ്റിനാണ് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും നമ്മളതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡോഗ്, പീജിയൻസ്, അങ്ങനെ ഈ പെറ്റ്സ്, അനിമൽ ഡാൻഡേഴ്സിന് അലർജീസ് ഡെഫിനറ്റായിട്ടും വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആസ്മൻ്റെ കാരണം ഈ ഒരു അലർജി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒരു ഇതെന്താ പറയുക, ഈ 6 months ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വേണമെന്നില്ല, അപ്പോൾ നമ്മുടെ നൈബേഴ്സ് നിയർ ബൈ ഇതുണ്ടെങ്കിൽ, കാരണം നമ്മൾ എയർ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ എടുക്കുമ്പോൾ ഓക്സിജൻ മാത്രമല്ല കയറുന്നത്, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. ഇപ്പൊ പെറ്റ് അലർജി ഒന്നും ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടല്ലേ, ഇപ്പോൾ പെറ്റിനെ കിസ് ചെയ്യുന്ന അല്ല കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഉള്ള ആളുകളല്ലേ. പെറ്റ് അലർജി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടെ ഇപ്പൊ ഇത്തരം ഭയങ്കര അറ്റാച്ച്മെന്റ് പ്രകടിപ്പിക്കുന്നതിലൂടെ, അഫെക്ഷൻ കാണിക്കുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ അലർജി പ്രോൺ ആയിട്ടുള്ള ഒരാൾ ആക്ച്വലി ഇപ്പോൾ ജനറ്റിക് അലർജിക് ആണ്, അവർക്ക് കുറച്ച് അലർജിക് സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, വെരി ക്ലോസ്ഡ് ആയിട്ട് അങ്ങനെ പെറ്റ്സിനായിട്ട് അത് വരുന്നുണ്ട്, ഇൻട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഈസ് ദെയർ. ബിക്കോസ് ഇപ്പം നമ്മുടെ ഈ അലർജിക് ആളുകളുടെ സെൽസ് എന്ന് പറയുമ്പോൾ നോർമൽ ആളുകളുടെ സെൽസ്, കോശങ്ങൾ അടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷേ അലർജിക് ഇൻഡിവിജ്വൽസിൻ്റെ സെൽസ് അങ്ങനെയല്ല, വിട്ടിട്ടാണ് ഉണ്ടാവുക. അതിനിടയിലുള്ള സെറമൈഡ്, ഗ്ലിസറോൾ, ഇതെല്ലാം മിസ് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടയിലൂടെ ഈ അലർജൻസ് കയറി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അലർജിക് ആണ്, അപ്പോൾ റെസ്പിറേറ്ററി അലർജീസ് ഉണ്ട്. അപ്പോൾ പെറ്റ് അലർജി ഇപ്പോൾ ഇല്ല, ബട്ട് ചാൻസസ് ഇസ് ദെയർ. അതായത് ഡെസ്മൈറ്റ് അലർജി ഉണ്ട്, അല്ലെങ്കിൽ പൂമ്പൊടീൻ്റെ അലർജി ഉണ്ട്, അങ്ങനെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു തുമ്മലും ചെറുതായിട്ടൊരു മൂക്കടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ DERP1 എന്ന് പറഞ്ഞ പ്രോട്ടീനിന് മാത്രമാണ് അലർജി ഉള്ളത്. ഓക്കെ, ആ കുട്ടീനെ ഒരു 5 years കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ DERP5, DERP10, DERF1, DERF2 അങ്ങനെയുള്ള അലർജീസും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഒരു 5 year കൊണ്ട് അവരുടെ അലർജി മോളിക്കുലാർ സ്പ്രെഡിങ് എന്ന് പറയും, അതായത് അലർജി കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5-10 years കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൂമ്പൊടീൻ്റെ അലർജി, അതുമാതിരി ഫംഗസിൻ്റെ അലർജി. അപ്പോൾ ഈ അലർജി ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രീത്ത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ അലർജൻസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇതെന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെൽസിനിടയിൽ ഹോളുള്ളതെന്ന് പറയും, പോറസ് സെൽസ്. അതായത് നോർമൽ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ സെൽസ് അടുപ്പിച്ചിട്ടാണ്, അലർജിക് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ പോറസ് ആണ്. അതായത് ആ ഹോൾസിലൂടെ അലർജൻസ് കയറാം. എപ്പിത്തീലിയം ഈസ് പോറസ് എന്നാ പറയാ. അപ്പോൾ ആ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെസ്മൈറ്റിന് അലർജി ഉണ്ടെങ്കിൽ ഡെസ്മൈറ്റിൻ്റെ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്, പോളൻസിനുണ്ടെങ്കിൽ പോളൻ്റെ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എത്രത്തോളം കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.